നിർബന്ധിത മതപരിവർത്തനം ഹൈന്ദവ സമാജം നേരിടുന്ന കനത്ത വെല്ലുവിളിയെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് അഖില ഭാരതീയ ജോയിന്റ് ജനറൽ സെക്രട്ടറി സ്ഥാണുമലയൻ. ഛത്തീസ്ഗഡിലെ വിഷയം രാഷ്ട്രീയായുധമാക്കിയതിന് പിന്നിലും ഗൂഢാലോചന ഉണ്ട്. വെല്ലുവിളികളെ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി നേരിടുമെന്നും സ്ഥാണുമലയൻ ജനം ടിവിയോട് പറഞ്ഞു. കേരളത്തിൽ രാഷ്ട്രീയ കാര്യം നടത്താൻ വേണ്ടിയിട്ട് ഈ വിഷയങ്ങൾ നടത്തുന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സ്ഥാപനവും അതിൻ്റെ ഉദ്ദേശം തന്നെ ഹിന്ദു സമാജത്തിനെ ബലപ്പെടുത്തുകയും ഹിന്ദു സമാജത്തിനെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ നടക്കുന്നത് ഒരു രാഷ്ട്രീയ കളി എന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പറയാനുള്ളത്. അതുവരെ എല്ലാ കാലഘട്ടത്തിലും ചെയ്യും. അതിനിവിടുത്തെ ഇടത് വലത് എല്ലാ വിഷയങ്ങളും അവർ നടത്തുന്നുണ്ട്. ഈ വിഷയം പറയുന്ന ക്രിസ്ത്യാനികൾ ഒരു കുറച്ച് സമയം ഈ രാഷ്ട്രീയക്കാരൊക്കെ ചേർന്ന് ഒന്ന് പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അവിടെ പോയിട്ട് ഇസ്ലാമിക രാഷ്ട്രത്തിലോ ക്രിസ്ത്യാനികൾ ചെയ്യുന്നതിനൊന്ന് സംസാരിച്ചാൽ അതിനുശേഷം ഉത്തരം പറയുന്നതായിരിക്കും നല്ലത്. ഇവിടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, അതിന് കാരണം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ ഒരു പ്രതലമുണ്ട്. ഈശ്വരവിശ്വാസത്തിനെ എതിർക്കുന്നവർ ഇവരാരും തന്നെ ഇസ്ലാമിനെയോ ക്രിസ്ത്യാനികളെ എതിർത്ത് സംസാരിക്കുന്നില്ല. ഇവർ മുഴുവനും ഹിന്ദു സമാജത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേൾഡ് അജണ്ടയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് അതിന് ധാരാളം വിഷയത്തിലുള്ള ധനസഹായം, അതിനുള്ള നെറേറ്റീവ്സ്, അവരുടെ പാഠപദ്ധതികൾ ഇതെല്ലാം അതിനകത്തുള്ളതാണ്. കേരളത്തിൽ മതപരിവർത്തനത്തിൻ്റെ ഉദ്ദേശം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള സർക്കാർ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമയപരിധി മാറ്റുന്നതൊക്കെ കൂടെ ഇതിൻ്റെ പിന്നിലുള്ള അജണ്ടയാണ്. അതുകൊണ്ട് അവരുടെ അജണ്ട വളരെ കാലം നീണ്ടു നിൽക്കില്ല. ഹിന്ദു സമാജം തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം വരും, അപ്പോൾ ശരിയാവും. വാർത്തയുടെ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടമാണ് ചേരുന്നത്. അഖിൽ, വളരെ ഗുരുതരമായ വസ്തുതയാണ് VHP ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഈ നിർബന്ധിത മതപരിവർത്തനം ഹൈന്ദവ സമാജം നേരിടുന്ന കനത്ത വെല്ലുവിളി വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? രാഖി, കഴിഞ്ഞ 3 ദിവസമായി, അതായത് ഇന്ന് സമാപിക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കേരള സംസ്ഥാന സമ്മേളനം വാർഷിക ബൈഠക്കിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെത്തിയ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അഖില ഭാരതീയ ജോയിൻറ്റ് സെക്രട്ടറിയാണ് താണുമാലേജി. തമിഴ്നാട് സ്വദേശിയാണ്. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഇപ്പോൾ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞതാണ്, കേരളത്തിലല്ല സൗത്ത് ഇന്ത്യയിൽ ഒന്നടങ്കം വലിയ രീതിയിലുള്ള മതപരിവർത്തനം നടക്കുന്നുണ്ട്. ആ മതപരിവർത്തനത്തിന് എതിരെ നിൽക്കുക, അല്ലെങ്കിൽ ആ മതപരിവർത്തനത്തിന് ഇരയാക്കപ്പെടുന്ന ഹിന്ദു സമൂഹത്തെ സംഘടിതമായി അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനം എന്ന് തന്നെയാണ് അദ്ദേഹം നമ്മളോട് ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം ചോദിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹിന്ദു സമൂഹത്തെ മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഘടിതമായ മതപരിവർത്തനം നടത്തുന്നത്? മുസ്ലിം മെജോറിറ്റിയുള്ള സ്ഥലങ്ങളിൽ പോലും, അല്ലെങ്കിൽ ബംഗ്ലാദേശും പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ പോലും ഈ സുവിശേഷകർ പോകുന്നില്ല, അവിടെ മതപരിവർത്തനത്തിന് നേതൃത്വം നൽകുന്നില്ല, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നില്ല എന്ന ഒരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഹിന്ദു സമൂഹത്തെ ഇല്ലാതാക്കുക എന്ന ഒരു അജണ്ട കേരളത്തിൽ ഇടതുപക്ഷവും അതിന് കൂട്ടുപിടിക്കുന്ന ഒരു രീതി വലതുപക്ഷ മുന്നണിയും നടപ്പിലാക്കി പോകുന്നു എന്നൊരു ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് നിർബന്ധിതമായ മതപരിവർത്തനത്തെ ഇവരെല്ലാവരും അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതും എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്നത് ലോകത്തിലെ ഹിന്ദുക്കളുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുക എന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ പ്രവർത്തനം എന്ന നിലയ്ക്ക് കേരളത്തിലടക്കം സൗത്ത് ഇന്ത്യയിലും ഭാരതമെമ്പാടും ഇത്തരത്തിലുള്ള മതപരിവർത്തനം നടക്കുന്നുണ്ട് എങ്കിൽ ആ മതപരിവർത്തനത്തിനെ ശക്തമായ രീതിയിൽ തന്നെ നേരിടുക എന്ന ലക്ഷ്യം ഉണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞതാണ്, കേരളത്തിൽ ചട്ടമ്പി സ്വാമിയും ചേങ്കോട്ടുകുണം സ്വാമി അടക്കമുള്ള സന്യാസി വര്യന്മാർ, സന്യാസി ശ്രേഷ്ഠന്മാർ മതപരിവർത്തനത്തിന് എതിരെ പോരാടി നിന്നവരാണ്. അവർ മതപരിവർത്തനത്തിന് എതിരെ നിന്നവരാണ്. അവരാണ് ഈ സംഘടനയുടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആത്മീയ ഗുരുദേവന്മാരായി ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ കേരളത്തിലുണ്ടായാൽ അതിനെ എതിർക്കും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അഖില ഭാരതീയ അധികാരി കൂടിയായ താണുമാൽജി നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഛത്തീസ്ഗഡ് വിഷയം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ ഉണ്ടായത് നിയമപരമായി എന്താണ് അവിടെ ഉണ്ടായത് എന്നുള്ള കാര്യം അത് അവിടെ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടുത്തെ പോലീസ് സംവിധാനവും അവിടുത്തെ സർക്കാർ സംവിധാനവും എല്ലാം തന്നെ അത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. അതിൽ രാഷ്ട്രീയമായ ചില ഇടപെടലുകൾ നടത്തുന്നത് രാഷ്ട്രീയ അജണ്ടയോടുകൂടി മാത്രമാണ്, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രമാണ് ആ കാര്യത്തെ നോക്കിക്കാണുന്നത്. രാഷ്ട്രീയ ആയുധമാക്കി
ഛത്തീസ്ഗഡ് വിഷയത്തെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നുണ്ട്, ചില രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഇന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന വാർഷിക ബൈഠക്ക് സമ്മേളനം അവസാനിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ആ സമ്മേളന നഗരിയിലാണ്. എന്തായാലും ആ സമ്മേളനം കൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി ശക്തമായ രീതിയിലുള്ള ഹൈന്ദവ പോരാട്ടങ്ങൾക്കുള്ള ചില നിലപാടുകൾ കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. രാഹി. ശരി അഖിൽ, നിർബന്ധിത മതപരിവർത്തനം ഹൈന്ദവ സമാജം നേരിടുന്ന കനത്ത വെല്ലുവിളിയെന്നാണ് VHP ചൂണ്ടിക്കാട്ടുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് അഖില ഭാരതീയ ജോയിന്റ് ജനറൽ സെക്രട്ടറി സ്ഥാണുമലയനാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. ഛത്തീസ്ഗഡിലെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട്. വെല്ലുവിളികളെ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി നേരിടുമെന്നും സ്ഥാണുമലയൻ ജനം TVയോട് പറഞ്ഞു.